Good morning, my dear children. Welcome back to 6th Standard English Classroom. Last class, we completed our story, Life with the Grandfather. In that class, I told you find out the answers of the question in page number 18. I hope all of you wrote the answers in your textbook. In that 5 questions, first 2 questions are based on our textbook. Remaining 3 questions are based on your response. 5 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തപ്പോൾ മനസ്സിലായില്ലേ? ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടും ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങളുടെ റെസ്പോൺസും ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് 2 ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രമേ സെൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അത് ടെക്സ്റ്റ് ബുക്കും ചെക്ക് ചെയ്തിട്ട് അത് തിരുത്താട്ടാ. ഓക്കെ, let us move on to our activities. All of you take your textbook, page number 19. Activity 1, page number 19. Go through the concept maps on Raja's family and his homestead. Homestead എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ചുറ്റുപാടും രാജയുടെ ഫാമിലി ഹോംസ്റ്റെഡ് ചുറ്റുപാടിനെ പറ്റിയുള്ള മാപ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 മാപ്പുകളുണ്ട്. ഫസ്റ്റ് മാപ്പ് രാജ, ഇന്ന് മിഡിലിൽ രാജ കൊടുത്തിട്ടുണ്ട്. രാജ നോട്ടി, ഗ്രാൻഡ് ഫാദർ ടോൾ ആൻഡ് സ്ട്രോങ്, ഗ്രാൻഡ് മദർ ലവിങ് ആൻഡ് കെയറിങ്, അങ്കിൾ ഫ്രണ്ട്ലി. രാജയുടെ ഫാമിലി മെമ്പേഴ്സും അവരുടെ ക്യാരക്ടർ സ്കെച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് മാപ്പിൽ രാജാസ് ഹോം, മെനി ടാങ്ക്സ്, ട്രീസ്, ഗാർഡൻ, കൗഷെഡ്, ബേർഡ്സ്, എനിമൽസ്, റെപ്റ്റൈൽസ്. ഇത് രാജയുടെ ഹോം സ്റ്റെഡ്, വീടിൻ്റെ ചുറ്റുപാട് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാജയുടെ ഗാർഡനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇതൊക്കെ. അപ്പോൾ ഇതാണ് രാജയുടെ കൺസെപ്റ്റ് മാപ്പ്. രാജനെ പറ്റിയുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ വിവരങ്ങളും രാജയുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള വിവരങ്ങളും ഇത് ഉൾപ്പെടുന്നതാണ് എന്ത് കൺസെപ്റ്റ് മാപ്പ്. അപ്പോൾ ഇതേപോലെ ഒരു കൺസെപ്റ്റ് മാപ്പ് നമുക്കുണ്ടാവില്ലേ? ഉണ്ടാവൂലേ? അവർ ക്വസ്റ്റ്യൻ, നൗ പ്രിപ്പയർ കൺസെപ്റ്റ് മാപ്സ് about your own family. Prepare concept maps about your own family. നിങ്ങളുടെ സ്വന്തം ഫാമിലിനെ പറ്റിയിട്ട് ഒരു കൺസെപ്റ്റ് മാപ്പ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾ ഓഫ് യു ഫിൽ ദ കൺസെപ്റ്റ് മാപ്പ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഒരു കൺസെപ്റ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യുക. മൈസെൽഫ് എന്നുള്ളത് നിങ്ങളുടെ പേര് എഴുതുക. റൈറ്റ് അബൌട്ട് യുവർ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ. ഇനി ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഉണ്ടെങ്കിൽ അവരെ പറ്റിയിട്ടൊക്കെ എക്സ്ട്രാ ബോക്സസ് വരച്ചിട്ട് ചെയ്യാം. ഇനി മൈ ഹോം എന്നുള്ളത് നിങ്ങളുടെ ഹോമിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളത് എഴുതിയിട്ട് ഓൾ ഓഫ് യു പ്രിപ്പയർ എ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് മാപ്പ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട് ബുക്ക് ഓൾസോ. നിങ്ങളുടെ നോട്ട്ബുക്കിലും വരയ്ക്കണം. നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കണം. കാരണം എന്താണ്, നിങ്ങൾക്ക് ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും, ഗ്രാൻഡ് മദർ ഉണ്ടാവും, ഇതിനേക്കാളും കൂടുതൽ ബോക്സസ് കൂട്ടിച്ചേർക്കാം. അതുകൊണ്ട് ഓൾ ഓഫ് യു ഡ്രോ കൺസെപ്റ്റ് മാപ്പ് ഇൻ യുവർ നോട്ട്ബുക്ക് ഓൾസോ. നോട്ട്ബുക്കിലും നിങ്ങൾ ഒരു കൺസെപ്റ്റ് മാപ്പ് വരയ്ക്കണം. യൂസിങ് ദ ഹിൻസ് ഫ്രം ദ കൺസെപ്റ്റ് മാപ്പ് യു ഹാവ് പ്രിപ്പയർ റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഫാമിലി. യൂസിങ് ദ ഹിൻസ് ഫ്രം ദ കൺസെപ്റ്റ് മാപ്പ് യു ഹാവ് പ്രിപ്പയർഡ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത കൺസെപ്റ്റ് മാപ്പിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഫാമിലി. ഓൾ ഓഫ് യു റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഫാമിലി. നിങ്ങളുടെ ഫാമിലിനെ പറ്റിയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാം. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ ചെയ്യാറില്ലേ, അതേപോലെ അയാം എന്നുകൊണ്ട് എന്നെ പറ്റിയിട്ട് എഴുതാം. പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അതിൻ്റെ ഓരോരുത്തരുടെ ക്യാരക്ടർ സ്കെച്ചുകൾ എഴുതാം. പിന്നെ നിങ്ങളുടെ ഹോമിൽ എന്തൊക്കെയുള്ളതെന്ന് എഴുതാം. ഓൾ ഓഫ് യു പ്രിപ്പയർ എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഫാമിലി. നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ പറ്റിയിട്ടും ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാം. ഐ വിൽ സെൻഡ് ദ ടീച്ചേഴ്സ് വേർഷൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചേഴ്സ് വേർഷൻ അയക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ആൻഡ് fill in the boxes suitably. Look at the pictures. 5 pictures are here. Some boxes are blank. 5 pictures ഉണ്ട് ഇവിടെ. ചില ബോക്സസ് ബ്ലാങ്ക് ആണ്. Fill the boxes suitably. ആ ബോക്സസിൽ ഡയലോഗ്സ് എഴുതിയിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Look at the first picture. What is Raja doing? Shaking the sandalwood tree. What is the grandfather's words?
Hey crazy boy, I will teach you a lesson. Hey crazy boy, I will teach you a lesson. ഇതാണ് ഗ്രാൻഡ് ഫാദറിൻ്റെ വേർഡ്സ്. അപ്പോൾ രാജ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? രാജ സാൻഡൽവുഡ് ട്രീ കുലുക്കിയിട്ട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ക്യാൻ യു ഇമാജിൻ? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? സോ ഓൾ ഓഫ് യു ഇമാജിൻ ആൻഡ് റൈറ്റ് രാജാസ് ഡയലോഗ്സ് in your textbook. Look at the second picture. What do you see? Raja is running. Grandfather is stumbled and fallen down. Oh, help me. I have broken my legs. അപ്പോൾ രാജ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? രാജയുടെ വേർഡ്സ് എന്തായിരിക്കും? Look at the picture and imagine. Write Raja's words. Third word. Look at the third picture. Where is Raja now? He is in the loft of the cowshed. What is this boy doing there? Cows are thinking. കൗസിൻ്റെ പശുക്കളുടെ ഡയലോഗാണിത്. വാട്ട് ഈസ് ദിസ് ബോയ് ഡൂയിങ് ദർ? എന്തായി കുട്ടി ഇവിടെ ചെയ്യുന്നതെന്ന്. വാട്ട് ഈസ് രാജാസ് ആൻസർ? ക്യാൻ യു റൈറ്റ്? നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമോ? രാജ എന്താ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുകയെന്ന്? ലുക്ക് അറ്റ് ദ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് പിക്ചർ. ക്യാൻ യു റൈറ്റ് ദ ഡയലോഗ്സ്? നാലാമത്തെയും അഞ്ചാമത്തെയും പിക്ചർ നോക്കുക. ഡയലോഗ്സ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമോ? ഓൾ ഓഫ് യു ഡു ഇറ്റ് ഇൻഡിവിജ്വലി. ഓൾ ഓഫ് യു ഡു ദ ഡയലോഗ്സ്, റൈറ്റ് ദ ഡയലോഗ്സ് ഇൻഡിവിജ്വലി ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. I will send the answers in the next class. Okay, at that time you can correct the answers. Okay, now let's complete the following events. Based on the pictures in page number 20, our story divided into 5 events. പേജ് നമ്പർ 20 പിക്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോറീനെ 5 ഇവൻറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇവൻറ്റ് ഈസ് ഗിവൺ ഹിയർ. രാജ ഷേക്സ് സാൻഡൽവുഡ് ട്രീ. റെയിൻഡ്രോപ്സ് ഷവർ ഓൺ ഹിം ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ. രാജ ഷേക്സ് ദ സാൻഡൽവുഡ് ട്രീ. റെയിൻഡ്രോപ്സ് ഷവർ ഓൺ ഹിം ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ. ഫസ്റ്റ് പിക്ചറിനെ ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് ഇവൻറ്റ്. ഇവൻറ്റ് നമ്പർ 2. Look at the picture 2. What is our event? Grandfather gets angry and runs after Raja. He stumbles and falls. Grandfather gets angry and runs after Raja. He stumbles and falls. Event number 3. Look at the picture number 3. What do you see in this picture? Raja is in the loft of the cowshed. So our event number 3, Raja hides in the loft of the cowshed. Raja hides in the loft of the cowshed. Event number 4, people make various comments about Raja's disappearance. People make various comments about Raja's disappearance. Event number 5. Look at the picture number 5. Grandfather prays to God. Grandfather prays to God. So all of you write the events in your textbook. ടീച്ചർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇവൻസുകൾ ഓരോ ഇവൻസും ടീച്ചർ പറഞ്ഞു. ഇപ്പോൾ അത് നിങ്ങൾ എന്തിലെഴുതുക? ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. ഓക്കെ, നൗ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഫസ്റ്റ് ഇവൻറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ ടു എ സ്ക്രിപ്റ്റ്. The script of first event is given here. Event number 1ൻ്റെ സ്ക്രിപ്റ്റ് നമുക്കറിയാം അല്ലേ? ഡയലോഗ് സ്കിറ്റിനൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? സ്കൂളിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് ഇവൻറ്റിൻ്റെ സ്ക്രിപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The stage is decorated with flowers and trees. Raja, a 10-year boy, enters from the left side of the stage. ദിസ് ഈസ് ദ സ്റ്റേജ് ഡയറക്ഷൻ. സ്റ്റേജ് ഡയറക്ഷൻസ് എപ്പോഴും ബ്രാക്കറ്റിൽ കൊടുക്കും നമുക്കറിയാം അല്ലേ? സ്റ്റേജ് എന്ത് ഫ്ലവേഴ്സും ട്രീസും ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. രാജയുടെ ഏജ് കൊടുത്തിട്ടുണ്ട്. എ 10-year ബോയ് എൻറ്റേഴ്സ് ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സ്റ്റേജ്. സ്റ്റേജിലേക്ക് ഏത് സൈഡിൽ കൂടെ വരുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. എൻട്രി ആൻഡ് എക്സിറ്റ് ഒക്കെ മെൻഷൻ ചെയ്യണം. എവിടെ?
സ്ക്രിപ്റ്റിൽ. രാജ, ഓ ലവ്ലി ഫ്ലവേഴ്സ്, ബിഗ് ട്രീസ്, വൺസ് അഗെയിൻ ഐ ഹാവ് കം ഹിയർ ടു സീ യു. വേർ ആർ യു മൈ ഫ്രണ്ട്സ്, മൈ പ്രെറ്റി ബട്ടർഫ്ലൈസ്, മൈ സ്വീറ്റ് calves? Raja sees his grandfather standing under a tree picking flowers from the jasmine bush. Raja's thoughts are given in bracket. രാജയുടെ തോട്ട്സ്, രാജയുടെ ചിന്തകൾ എന്തിലാണ് ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. രാജ സീസ് ഹിസ് ഗ്രാൻഡ് ഫാദർ സ്റ്റാൻഡിങ് അണ്ടർ എ ട്രീ പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബുഷ്. രാജ അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ കണ്ടു. ഗ്രാൻഡ് ഫാദർ എന്താ ചെയ്യുന്നത്? ഫ്ലവേഴ്സ് ജാസ്മിൻ ബുഷ് പറിച്ചെടുക്കുകയാണ്. രാജ ടു ഹിംസെൽഫ്, ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദർ അണ്ടർ ദ ട്രീ? വാട്ട് ആർ യു ഡൂയിങ് ദർ അണ്ടർ ദ ട്രീ? രാജ ഗ്രാൻഡ് ഫാദറിനോട് ചോദിക്കുകയാണ്. അതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഹിംസെൽഫ്. ഇപ്പോൾ രാജ വാട്ട് ആർ യു ഡൂയിങ് അണ്ടർ ദ ട്രീ? ഗ്രാൻഡ് ഫാദർ, all the flowers have fallen, I must collect them soon. All the flowers have fallen, I must collect them soon. എല്ലാ പൂക്കളും വീണു, എനിക്ക് അത് കളക്ട് ചെയ്യണം. രാജ, I want to have a shower. Oh tree, give me rain, give me rain. രാജ shakes the tree and raindrops shower on grandfather. Grandfather gets angry. Raja hides behind the tree. Raja shakes the tree. Raindrops shower on grandfather. Grandfather gets angry. Raja hides behind the tree. ഇത് ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. രാജയുടെ പ്രവൃത്തിയാണ് അത് കാണിച്ചിരിക്കുന്നത്. ഗ്രാൻഡ് ഫാദർ, യു ക്രേസി ബോയ്, ഐ വിൽ ടീച്ച് യു എ ലെസൺ. യു ക്രേസി ബോയ്, ഐ വിൽ ടീച്ച് യു എ ലെസൺ. ദിസ് ഈസ് ദ സ്ക്രിപ്റ്റ് ഓഫ് ഈവൻ നമ്പർ 1. ഈവൻ നമ്പറിൻ്റെ 1ൻ്റെ സ്ക്രിപ്റ്റാണിത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ട്? സ്റ്റേജ് ഡയറക്ഷൻ ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്, ഡയലോഗ്സ് ഉണ്ട്, അവരുടെ കോസ്റ്റ്യൂം ഉണ്ട്, അവരുടെ ഏജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്റ്റേജ് ഡയറക്ഷൻ വേണം, എൻട്രി എക്സിറ്റ് വേണം, അവരുടെ ഏജ്, അവരുടെ ഡ്രസ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സ്റ്റേജ് ഡയറക്ഷൻസും അവരുടെ ചിന്തകൾ ഇതൊക്കെ ഉൾപ്പെടുത്തണം. You may blow up the remaining events including characters, dialogue, action, etc. and prepare a script. Our question is prepare a script of remaining events. ബാക്കിയുള്ള ഇവൻസിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ 5 events നമ്മൾ ഓൾറെഡി wrote in your textbook. Prepare a script of remaining events. ബാക്കിയുള്ള 4 ഇവൻസിൻ്റെയും സ്ക്രിപ്റ്റ് എഴുതാൻ. All of you imagine and write the script of remaining events in your notebook. നിങ്ങൾ ചിന്തിച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. I will send the teacher's version. ടീച്ചർ അയച്ചു തരാം. ഓക്കെ, ശ്രമിക്കുക. കിട്ടാത്തവരെ പറ്റണ പോലെ എഴുതാം. ഓക്കെ. Activity 3. Look at the illustrations from the story. What are the characters doing here? Look at the illustrations from the story. What are the characters doing here? First one, grandfather is picking the flowers. Grandfather is picking the flowers. The word pick is in bracket. 2, Raja is dash the tree. Raja is dash the tree. The word shake is in bracket. ഷേക്ക് എന്നുള്ള വേർഡ് അവിടെ ബ്രാക്കറ്റിലുണ്ട്. വാട്ട് ഈസ് രാജ ഡൂയിങ്? രാജ ഈസ് ഷേക്കിംഗ് ദ ട്രീ. രാജ ഈസ് ഷേക്കിംഗ് ദ ട്രീ. തേർഡ് വൺ, രാജ ഈസ് ഡാഷ് അറ്റ് ഹിസ് ഗ്രാൻഡ് ഫാദർ. രാജ ഈസ് ഡാഷ് അറ്റ് ഹിസ് ഗ്രാൻഡ് ഫാദർ. ദ വേർഡ് ലോഫ് ഈസ് ഇൻ ബ്രാക്കറ്റ്. രാജ ഈസ് laughing at his grandfather. Raja is laughing at his grandfather. Fourth one, grandfather dash to God. Grandfather dash to God. Word pray is in bracket. Pray എന്നുള്ള വേർഡ് ബ്രാക്കറ്റിലുണ്ട്.
What is grandfather doing? Grandfather is praying to God. Grandfather is praying to God. Fifth one, Raja dash in the loft of the cowshed. Raja dash in the loft of the cowshed. Word hide is in bracket. ബ്രാക്കറ്റിൽ ഹൈഡ് എന്നുള്ള വേർഡ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് രാജ ഡൂയിങ്? രാജ ഈസ് ഹൈഡിങ് ഇൻ ദ ലോഫ്റ്റ് ഓഫ് ദി കൗഷെഡ്. രാജ ഈസ് ഹൈഡിങ് ഇൻ ദ ലോഫ്റ്റ് ഓഫ് ദി cowshed. I hope all of you understood the activities. Activity 1, 2 and 3. So all of you do it neatly in your textbook and notebook. Script writing നിങ്ങളുടെ നോട്ട്ബുക്കിലാണ് എഴുതേണ്ടത്, ബാക്കി എല്ലാതും ടെക്സ്റ്റിലാണ് എഴുതേണ്ടത്. അപ്പോൾ എല്ലാവരും നീറ്റായിട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ് I will send the teacher's version. Okay. Thank you.